കത്തുന്ന വേനലിന് കുളിരേകി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ലഭിക്കുന്ന വേനൽ മഴ കർഷകർക്ക് മാത്രമല്ല വൈദ്യുതി വകുപ്പിനും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ചൂട് കുറയുന്നതോടെ വൈദ്യുതിയുടെ ഉപയോഗത്തിലും കുറവ് വരും. തുടർച്ചയായി വേനൽ മഴ പെയ്തയിടങ്ങളിൽ ജലസ്രോതസ്സുകൾ നേരിയ തോതിലെങ്കിലും ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ട്. വേനൽ മഴ തുടർന്നാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഒഴിവാകും. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് മാത്രമല്ല, വൈദ്യുതിയുടെ ഉപയോഗം കുത്തനെ കൂടുന്നതും വൈദ്യുതി വകുപ്പിന്റെ ചങ്കിടിപ്പേറ്റുന്ന കാര്യമാണ്. പോയ വർഷം വൈദ്യുതി വകുപ്പ് ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. വേനൽ കത്തിക്കയറി അന്തരീക്ഷ താപനില ഉയരുന്നതോടെ ചൂട് കുറയ്ക്കാൻ ആളുകൾ പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കും. എയർ കണ്ടീഷൻ, കൂളറുകൾ, ഫാൻ എന്നിവയുടെ ഉപയോഗം ക്രമാതീതമായി ഉയരും. ഇത് വൈദ്യുതി വകുപ്പിന് അത്ര ശുഭകരമായ കാര്യമല്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹൈറേഞ്ചിന്റെ ഒട്ടുമിക്കയിടങ്ങളിലും വേനൽ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അന്തരീക്ഷ താപനില കുറയുന്നതോടെ ആളുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവിലും കുറവ് വരും. നമുക്കറിയാം, വൈദ്യുതി ഉപയോഗം വളരെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. AC വർക്ക് ചെയ്യുന്നു, ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഉഷ്ണം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കറണ്ട് ഉപയോഗിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. അതെല്ലാം കുറച്ചൊരു ശമനം കിട്ടിയിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ പൊടി ഒതുങ്ങുകയും കുറച്ച് തണുക്കുകയെല്ലാം ചെയ്തതോടുകൂടി എല്ലാ മേഖലകളിലും മനസ്സിനും പൊതുവെ എല്ലാ രംഗത്തും ഒരു കുളിർമയുണ്ടായ സാഹചര്യമുണ്ട്. ഏതായാലും പൊതുവെ ഈ വേനൽ മഴ എല്ലാ സമൂഹത്തിലെ മുഴുവൻ വിഭാഗം ആളുകൾക്കും KSEBക്ക് അടക്കം ഇപ്പം കറണ്ടിൻ്റെ ഉപയോഗം കുറയുന്നതോടുകൂടി KSEBക്ക് ആശ്വാസം വന്നിട്ടുണ്ട്. ആ നിലയിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഗുണകരമായി മാറിയിട്ടുണ്ട്. വേനൽ കത്തിക്കയറുന്ന സാഹചര്യത്തിലും അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴേക്ക് പോകുന്ന സാഹചര്യത്തിലും വൈദ്യുതി ഉപയോഗത്തിന്റെ കാര്യത്തിൽ നേരിയ തോതെങ്കിലും കുറവ് വന്നാൽ അത് വൈദ്യുതി വകുപ്പിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വേനൽ മഴയെ വൈദ്യുതി വകുപ്പ് പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഡിസംബറിന് ശേഷം മഴ പൂർണ്ണമായും മാറുകയും പകൽ ചൂട് വർദ്ധിക്കുകയും ചെയ്തതോടെ ജലസ്രോതസ്സുകൾ പലതും വളരെ പെട്ടെന്ന് വരണ്ടു. ചെറിയ അരുവികളും തോടുകളുമെല്ലാം പൂർണ്ണമായും തന്നെ വറ്റി. ഇതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വലിയ തോതിൽ കുറഞ്ഞു. തുടർച്ചയായി വേനൽ മഴ പെയ്തയിടങ്ങളിൽ ജലസ്രോതസ്സുകൾ നേരിയ തോതെങ്കിലും ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ വേനൽ മഴയുടെ ലഭ്യത തുടർന്നാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ഒഴിവാകുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.